കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളെപ്പോഴും നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ ഇതിലൂടെ പറയാറ്. ഞാൻ ഇന്ന് അല്പം സങ്കടമുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ് ആ വീട്ടിലെ കുടുംബനാഥൻ ജോലിക്ക് പോയതാണ്. പക്ഷേ തിരിച്ചു വരാൻ സാധിച്ചില്ല. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു ആ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ അവരെ അറിയുന്ന ഓരോ മലയാളികൾക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ച് അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ, ബിലോങ്ങിങ്സ് പെട്ടെന്ന് കുടുംബാംഗങ്ങൾക്ക് കൊടുക്കില്ല. അപ്പോൾ അതെത്തിയത് ഈ 2 ദിവസം മുൻപാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അവരാണ് കുടുംബാംഗങ്ങൾക്ക് അത് കൈമാറുന്നത്. അപ്പം അവർ കുറച്ച് അകലെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവർക്കത് കറക്റ്റ് സമയത്തിന് വന്ന് വാങ്ങിക്കാനായിട്ട് അസൗകര്യമുള്ളതുകൊണ്ട് എന്നോടും ഉണ്ണിച്ചേട്ടനോടും ചോദിച്ചു, ഒന്ന് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ആദ്യമായി ആണ് ഈ UK വന്നിട്ട് ഇപ്പം 20-22 വർഷമായി. ആദ്യമായി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവിടുത്തെ സേഫ്റ്റി റൂൾസൊക്കെ വെച്ച് നമ്മുടെ ID, അതുപോലെ തന്നെ ആ കുടുംബാംഗങ്ങൾ അവർക്ക് കൊടുത്ത ഓതറൈസേഷൻ ലെറ്റർ, നമുക്കും തന്നിരിക്കുന്ന ലെറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ സാധനങ്ങളെല്ലാം, അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലേക്ക് കൈമാറാൻ പോകുന്നതിന് മുൻപ് അവർ പോലീസുകാർ, ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിരുന്നു, അവർ രണ്ടുപേരും നമ്മളെ ഭയങ്കര കംഫർട്ടബിളാക്കി. എന്നുവെച്ചാൽ നിങ്ങളിത് ഓക്കെ ആണോ വാങ്ങിക്കാനായിട്ട്, നിങ്ങൾ ഒരുപാട് നെർവസ് ആണോ, ഇമോഷണൽ ആണോ, ഓക്കെ ആണോ എന്നൊക്കെ നമ്മുടെ പേരൻസൊക്കെ നമ്മളോട് പറയുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അത്രയ്ക്ക് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ആ ബാഗും ആ സാധനങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലേക്ക് തന്നത്. ശരിക്കും ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭയങ്കര എനിക്കും ഉണ്ണിക്കും ഭയങ്കര ഇമോഷണലായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യാത്ത ഒരു രംഗമായിരുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത്, ചിലരൊക്കെ വിചാരിക്കും നമ്മളിതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമുക്കിതൊന്നും നാളെ വരാൻ പോകുന്നില്ല എന്ന്. പക്ഷേ ഇത് എപ്പോഴാണ് നമുക്കൊക്കെ വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രം ഞാനിവിടെ ഷെയർ ചെയ്തതാണ്. എന്തായാലും ആ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെയും കൂടി പ്രാർത്ഥന ഉണ്ടായിരിക്കുക. നമ്മുടെ ഇവിടുത്തെ UK മലയാളികൾ അവർക്ക് പറ്റുന്ന പോലെ കുടുംബത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് അവർ എൻ്റെ സ്വന്തം ഒരു അനുജത്തിയും മക്കളും പോലെയാണ്. എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് അവരോട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ കൂടി ഓർക്കുക കേട്ടോ.